നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ദേശീയ വരുമാനത്തെക്കുറിച്ചിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷകൾക്ക് പലപ്പോഴുമായിട്ട് ചോദിക്കാറുള്ള ഒരു ഭാഗം കൂടിയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് അത്യാവശ്യം ടൈറ്റ് ആയിട്ടൊക്കെയാണ് ചോദിക്കാറുള്ളത്. പലപ്പോഴും ദേശീയ വരുമാനമൊക്കെ കണക്കാക്കുന്ന രീതി അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ചൊന്ന് മനസ്സിലാക്കാൻ പാടുള്ളൊരു ഭാഗം കൂടിയാണ്. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു മാർക്ക് നമ്മുടെ കയ്യിലങ്ങ് പോരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. ദേശീയ വരുമാനം അല്ലേ. അപ്പോൾ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു വർഷത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിന്റെ ആകെ തുകയാണ് എന്ത് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിഫൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിന്റെ ആകെ തുകയാണ് എന്ത് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായിട്ട് 3 മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടല്ലേ, അതായത് 3 സെക്ടറുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണത്? പ്രാഥമിക മേഖലയുണ്ട്, അതുപോലെ തന്നെ ദ്വിതീയ മേഖലയുണ്ട്, അതുപോലെ തന്നെ തൃതീയ മേഖലയുണ്ട്. ഓക്കെ, അപ്പൊ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഖനനവുമായി ബന്ധപ്പെട്ട്. ഖനനം എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനിങ് ആണ് അല്ലെ, ക്വാറിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഖനനത്തിൽ വരുന്നത്. അപ്പൊ ഖനനം ഉണ്ട്, അതുപോലെ തന്നെ മത്സ്യസമ്പത്തിലെ മത്സ്യബന്ധനം, അതൊക്കെ എവിടെയാണ് വരുന്നത്? ഈ ഒരു പ്രാഥമിക മേഖലയിലാണ് അല്ലെ. അതായത് നേരിട്ട് നമ്മുടെ പ്രകൃതിയുമായി നേരിട്ട് കണക്ട് ചെയ്ത് വരുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്തിലാ വരുന്നത്? പ്രാഥമിക മേഖലയിലാണ്. അതുപോലെ തന്നെ ദ്വിതീയ മേഖല എന്ന് പറയുന്ന ആ ഭാഗത്ത് ഏതൊക്കെയാ വരുന്നത്? വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ വ്യവസായങ്ങളൊക്കെ ബന്ധപ്പെട്ടൊക്കെ വരുന്നത് എവിടെയാണ് അല്ലെ? നമ്മുടെ ദ്വിതീയ മേഖലയിലാണ്. പിന്നീട് മൂന്നാമത്തെ മേഖലയായ തൃതീയ മേഖല അല്ലെ, ആ മേഖലയെ നമ്മൾ സേവന മേഖല എന്ന് കൂടി പറയാറുണ്ട്. ആ മേഖലയിൽ എന്തൊക്കെയാ വരുന്നത് അല്ലെ? നമ്മുടെ ബാങ്കിങ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? തൃതീയ മേഖലയിലാണ്. അപ്പൊ ഇത് മൂന്നും ചേർന്നാലാണ് നമ്മുടെ ഒരു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു 3 മേഖലയിൽ നിന്ന് കിട്ടുന്ന മൊത്തം കോൺട്രിബ്യൂഷൻ എല്ലാം കൂടി ചേർന്നാലാണ് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ദേശീയ വരുമാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന്. പോത്ത് വെച്ചേക്ക ഓരോരോ ലക്ഷ്യങ്ങളായിട്ട്. ഒന്നാമത്തെ ലക്ഷ്യമാണ് സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിൽ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് 3 സെക്ടറുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിലല്ലേ പ്രാഥമിക മേഖല എന്നും അതുപോലെ തന്നെ ദ്വിതീയ മേഖല എന്നും അതുപോലെ തന്നെ തൃതീയ മേഖല എന്നും അല്ലെ. അങ്ങനെ ഈ വിവിധ മേഖലകളുടെ സംഭാവന നമുക്ക് അല്ലെ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ അല്ലെ എത്രത്തോളം പ്രാഥമിക മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം ദ്വിതീയ മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ തൃതീയ മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ അല്ലെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് ഇങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ കിട്ടുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്. ഓക്കെ, അപ്പൊ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന ഓരോരോ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നത് കൃത്യമായിട്ട് ദേശീയ വരുമാനം കൃത്യമായിട്ട് ഓരോ കൊല്ലം കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ഈ സമ്പദ് വ്യവസ്ഥയിലുള്ള പ്രശ്നങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ അടുത്ത ഒന്നാണ് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന്. ഓക്കെ, എന്താണ് വിവിധ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിന് അല്ലെ. അതായത് ആ രാജ്യത്തിനല്ലേ എത്രത്തോളം സാമ്പത്തിക വളർച്ച ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ദേശീയ വരുമാനം കൊണ്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യാം അല്ലെ, പദ്ധതികളുടെ രൂപത്തിൽ ആസൂത്രണം ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ അതും എന്താണ് ദേശീയ വരുമാനത്തിന്റെ ഒരു ലക്ഷ്യമാണ്. ദെൻ ലാസ്റ്റ് വൺ ഉൽപാദനം, വിതരണം, ഉപഭോഗം അല്ലെ. ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതി കണ്ടെത്തുന്നതിന്. അപ്പൊ അല്ലെ ഉൽപാദന മേഖലയിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പോരായ്മകൾ, അതുപോലെ തന്നെ വിതരണത്തിൽ അല്ലെ അത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോരായ്മ, അതുപോലെ അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെ ആ ഒരു രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുന്ന പോരായ്മകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇതുപോലെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഓരോന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഒന്നെന്താണ്? സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവനകൾ വിലയിരുത്തുന്നതിന്. രണ്ടാമത്തത് സമ്പദ് വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്. അടുത്തത് എന്താണ്? വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന്. പിന്നെ എന്താ പറഞ്ഞത്? ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതി കണ്ടെത്തുന്നതിന്. അപ്പൊ ഇതൊക്കെ എന്താണ് ദേശീയ വരുമാനത്തിന്റെ ലക്ഷ്യങ്ങളാണ്.
ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാണ് ദേശീയ വരുമാനം എന്താന്ന് പറഞ്ഞു, അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ആരാണെന്നാണ് അല്ലെ. അപ്പൊ ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഏത് സ്ഥാപനമാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഏതാണത്, CSO ആണ്. ഓക്കെ, ഏതാണ് CSO അല്ലെ. CSO എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. അത് മുന്നേ അറിയപ്പെട്ടിരുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നായിരുന്നു. ഇപ്പൊ എന്താണ്, ഏത് പേരിൽ അറിയപ്പെടുന്നത്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന പേരിലാണ് കേട്ടോ. അപ്പൊ അത് പലപ്പോഴും ഇതിന്റെ ഫുൾ നെയിം ചോദിക്കാറുണ്ട്. ഈ O എന്ന് പറയുന്നത് എന്താണ്, ഓഫീസ് ആണ് കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കണം, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. ഇനി CSO സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ അതെന്താണ്, 1951. ഓക്കെ, എന്നാണ് 1951. ഈ CSOയുടെ ആസ്ഥാനം ചോദിച്ചാൽ അതെവിടെയാണ്, അത് ഡൽഹിയാണ്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കണം. എന്തൊക്കെയാ പറഞ്ഞത്, CSO എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സ്ഥാപനമാണ്. CSO എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. ഇത് സ്ഥാപിതമായ വർഷം 1951. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്, ഡൽഹിയാണ്. ഇനി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് CSOയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട, അതിന്റെ രൂപീകരണത്തിൽ വളരെയേറെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ആരാ, PC മഹലനോബിസ് എന്ന് പറയുന്നത്. ഓക്കെ, PC മഹലനോബിസ് ആണല്ലേ CSOയുടെ അല്ലെങ്കിൽ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഈ PC മഹലനോബിസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട 2 വസ്തുതകളുണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്നാമത്തേത്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്, PC മഹലനോബിസ് ആണ്. ആരാണ്, PC മഹലനോബിസ് ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്, PC മഹലനോബിസ് ആണ്. 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്, PC മഹലനോബിസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, PC മഹലനോബിസ് ആണ്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ് ദേശീയ വരുമാനം അല്ലെ. ദേശീയ വരുമാനം ലഭിക്കുന്ന പ്രധാന സെക്ടറുകൾ ഏതെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ്, പ്രാഥമികമുണ്ട്, ദ്വിതീയമുണ്ട്, തൃതീയമുണ്ട് അല്ലെ. അപ്പൊ പ്രാഥമിക മേഖലയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർഷിക മേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ്വിതീയ മേഖല എന്ന് പറയുന്നുണ്ട്, വ്യവസായിക മേഖല എന്ന് പറയും. തൃതീയ മേഖലയാണ് സേവന മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 മേഖലയിൽ നിന്ന് കിട്ടുന്ന മൊത്തം വരുമാനം ചേർത്തിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇനി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഡാറ്റ, അത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം അല്ലേ. ഇവിടെ പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രാഥമിക മേഖല എന്ന് പറയുന്നത് അല്ലേ, നേരിട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വരുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്. പിന്നീട് ദ്വിതീയ മേഖല വരുമ്പോൾ അവിടെ ഇൻഡസ്ട്രിയൽ വർക്കൊക്കെയാണ് വരുന്നത്. പിന്നെ തൃതീയ മേഖലയിൽ വരുമ്പോൾ എന്താണ്, സേവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഇവിടെ ഓരോന്നും ഏതൊക്കെയാണെന്ന് ഇത് പഠിച്ചു വെച്ചേക്കണം അല്ലേ. നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കാണാപ്പാടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല അല്ലേ. എന്നിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പ്രാഥമിക മേഖല അല്ലേ, അതായത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളായിരിക്കും ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ വനപരിപാലനം, അതും എവിടെയാണ്, പ്രാഥമിക മേഖലയാണ്. പിന്നെ എന്തുണ്ട്, മത്സ്യബന്ധനം അല്ലെ, മത്സ്യബന്ധനം ഒക്കെ എന്താണ്, പ്രാഥമിക മേഖലയാണ്. അതുപോലെ തന്നെ എന്താണ്, ഖനനം, മൈനിങ് എന്ന് പറയുന്നതൊക്കെ എന്തിലാണ്, പ്രാഥമിക മേഖലയിലാണ്. ദ്വിതീയ മേഖലയിലോട്ട് വരുമ്പോഴേ നമ്മൾ പറഞ്ഞു വ്യവസായം ഏതിലാണ്, ദ്വിതീയ മേഖലയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് വൈദ്യുതി ഉൽപാദനം. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമല്ലേ, ഇനി പ്രാഥമിക മേഖലയാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, വൈദ്യുതി ഉൽപാദനമൊക്കെ എന്തിലാ വരുന്നത്, ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണം അല്ലെ, കെട്ടിട നിർമ്മാണം ഒക്കെ എന്തിലാ വരുന്നത്, ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. അപ്പൊ ഏതൊക്കെയുണ്ട്, വ്യവസായമുണ്ട്, വൈദ്യുതി ഉൽപാദനം ഉണ്ട്, കെട്ടിട നിർമ്മാണം, ഇതൊക്കെ എന്തിലാണ്, ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. ഇനി തൃതീയ മേഖല, അതായത് സേവന മേഖലയിൽ വരുന്നത് ഏതൊക്കെയാണ്, വ്യാപാരം വരുന്നുണ്ട് അല്ലെ, വ്യാപാരം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗതാഗതം, ഹോട്ടലൊക്കെ എന്തിലാ വരുന്നത് അല്ലെ, നമ്മുടെ സർവീസ് സെക്ടറിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കണം. ഹോട്ടൽ വരുന്നുണ്ട്, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളിലെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്, തൃതീയ മേഖലയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവണം. ദെൻ അടുത്തത് CSOയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, CSOയുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാമാണെന്ന്. ഓക്കെ, അത് ചോദിക്കാറുള്ളതാണ്. CSOയുടെ പ്രധാന ഡ്യൂട്ടീസുകളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ CSO എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് അല്ലെ. CSO ആണ് ദേശീയ വരുമാനമൊക്കെ കണക്കാക്കുന്ന
സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേതാണ് സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുക അല്ലെ. അതായത് ഇപ്പൊ ഈ 3 സെക്ടറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസിലെ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന എത്രത്തോളം അവർ ഓരോ സെക്ടറിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പല കാര്യങ്ങളും അല്ലെ ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട് കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് CSO എന്ന് പറയുന്ന സ്ഥാപനം അത് ആ ഒരു വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവർ സംയോജിപ്പിക്കുകയും അത് വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു അല്ലെ. അപ്പൊ ഈ എല്ലാ 3 മേഖലയിൽ നിന്നുള്ള എല്ലാ ഡാറ്റകളും കിട്ടിക്കഴിഞ്ഞാലേ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, അവിടെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെ രീതിയിൽ കൃത്യമായിട്ട് ഓർഡറിൽ ആക്കി വെക്കണം എന്നൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈ CSO ആണ്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യണം? ഓർത്ത് വെച്ചേക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനമാണ് CSO എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവർ കണക്കാക്കുന്നത്? ഇതുപോലെ 3 മേഖലയിൽ നിന്നുള്ള എല്ലാ ഡാറ്റയും ഒക്കെ അവർ ശേഖരിക്കുന്നു. അത് വെച്ചിട്ട് അവർ പ്ലാനിങ് ചെയ്യുന്നു. അതുപോലെ അതൊക്കെ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ദേശീയ വരുമാനം കണക്കാക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ CSOയും അതിന്റെ ചുമതലകളൊക്കെ എന്തെല്ലാന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്ത് നമുക്ക് ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നമ്മൾ പറഞ്ഞു ഈ 3 മേഖല അല്ലെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഇങ്ങനെ 3 മേഖലയായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഏത് മേഖലയിലാണ് തൊഴിലവസരങ്ങളുടെ കൂടുതൽ അല്ലെങ്കിൽ ഓരോ മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ പ്രാഥമിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും തൃതീയമാണെങ്കിലും ദ്വിതീയമാണെങ്കിലും എല്ലായിടത്തും എന്തുണ്ട്? തൊഴിലവസരങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ് തൊഴിലവസരങ്ങൾ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ എവിടെയാണ്? പണ്ട് എന്നല്ല ഇപ്പോഴും അല്ലെ, പണ്ടും ഇപ്പോഴും എവിടെയാണ്? നമ്മുടെ പ്രാഥമിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? തൊഴിലവസരങ്ങൾ ഉള്ളത്. ഓക്കെ, പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ അല്ലെ നമ്മുടെ കൃഷിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെ, അതുപോലെ തന്നെ ഖനനം, മത്സ്യബന്ധനം അങ്ങനത്തെ കാര്യങ്ങളിൽ ഒക്കെ വരുന്നതാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. ആ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? തൊഴിലവസരങ്ങൾ ഉള്ളത് അല്ലെ. കുറെ വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിലും ഇപ്പോഴും എന്താണ്? സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? തൊഴിലവസരങ്ങൾ ഉള്ളത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. പലപ്പോഴും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? ഈ 2, 2, 3 പലപ്പോഴും ചെറിയ ചെറിയ വ്യത്യാസത്തിന്റെ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ മുന്നേ തൃതീയ മേഖലയിലായിരുന്നു 2ാം സ്ഥാനത്ത് നിന്നിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പുതിയൊരു എക്കണോമിക് സർവേ പ്രകാരം ദ്വിതീയ മേഖലയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യണം? കറക്റ്റ് ആക്കണം. നമുക്ക് എക്സാം എടുക്കുമ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യുക? ആ ഒരു ഡാറ്റ ഒന്നും കൂടി പരിശോധിച്ചിട്ട് കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ പറയുന്നത് തൃതീയ മേഖലയാണ് കേട്ടോ. അല്ല, തൃതീയ മേഖലയല്ല, ദ്വിതീയ മേഖലയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ 1ാം സ്ഥാനത്ത് തൊഴിലവസരങ്ങൾ ആരാണ്? പ്രാഥമിക മേഖലയാണ്. 2ാം സ്ഥാനത്ത് ആരാണ്? ദ്വിതീയ മേഖലയാണ്. 3ാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? തൃതീയ മേഖല നിൽക്കുന്നത്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ തൊഴിലവസരങ്ങളുടെ ഓരോരോ സെക്ടറിലുള്ള തൊഴിലവസരങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ എവിടെയാണ്? പ്രാഥമിക മേഖലയിലാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ദ്വിതീയ മേഖലയാണ്. 3ാം സ്ഥാനത്ത് തൃതീയ മേഖലയാണ്. അപ്പൊ നിങ്ങൾ ഈ ദ്വിതീയവും തൃതീയവും ഇങ്ങനെ എപ്പോഴും എന്ത് ചെയ്യും? ചെറിയ ചെറിയ വ്യത്യാസത്തിന്റെ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അത് പരീക്ഷ ആകുമ്പോഴേക്കും ഒന്ന് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പൊ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് എക്കണോമിക് സർവേയിൽ പറയുന്നത് തൃതീയ മേഖലയിലാണ് കൂടുതൽ, അല്ലെ ദ്വിതീയ മേഖല അതായത് നമ്മുടെ വ്യാവസായിക മേഖലയിലാണ് കൂടുതൽ, അതായത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് അതിനു മുന്നേ ഉൽപാദന ഘടകങ്ങളെ കുറിച്ചിട്ട് പറയാനുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉൽപാദന ഘടകങ്ങൾ അല്ലെ. എന്താണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറഞ്ഞാല്? ഉൽപാദനം അല്ലെ, ഉൽപാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിന്റെ വിഭവങ്ങളൊക്കെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ഉൽപാദനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉൽപാദനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തുള്ള വിഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക? അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഉൽപാദനം എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്? ഒന്നാമത്തേത് ഭൂമിയാണ്, 2ാമത്തേത് തൊഴിലാണ്, 3ാമത്തേത് മൂലധനമാണ്, 4ാമത്തേത് സംഘാടനമാണ്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കണം. ഏതൊക്കെയാണ് ആ 4എണ്ണം? ഒന്ന് ഭൂമി അല്ലെ, നമ്മുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഘടകങ്ങളാണ് അല്ലെ. നമ്മൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു സ്ഥലം വേണ്ടേ അല്ലെ, ഭൂമി വേണം. ഓക്കെ, അതുപോലെ തന്നെ അവിടെ എന്താണ്? വെറും ഭൂമി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അവിടെ തൊഴിൽ ചെയ്യാൻ ആൾക്കാർ വേണ്ടേ? അവിടെ എന്തുണ്ട്? അപ്പോൾ ഒരു ഘടകം എന്ന് പറയുന്നത് തൊഴിലുണ്ട് അല്ലെ. അതുപോലെ തന്നെ തൊഴിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ? അവിടെ എന്താണ്? മൂലധനം ഇറക്കണം അല്ലെ, അതായത് ക്യാപിറ്റൽ ഉണ്ടാവണം. എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും അവിടെ എന്ത് വേണം? നമുക്ക് ക്യാപിറ്റൽ അഥവാ മൂലധനം വേണം. അതുപോലെ തന്നെ ഇത് ചെയ്യണമെങ്കിൽ ഒരു സംഘാടനം വേണം അല്ലെ, ആളുകൾ ചേർന്നിട്ട്, അല്ലെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ ആരാണ് അല്ലെ? ഒരു സംഘാടനമാണ്, സംഘാടകരാണ്.
അപ്പൊ ഇവിടെ എന്ത് വരുന്നുണ്ട്? സംഘാടനം വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 4 ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ രാജ്യത്ത് വേണ്ട വിഭവങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ആ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഏതൊക്കെ? ഭൂമി, അതുപോലെ തന്നെ തൊഴില്, അതുപോലെ മൂലധനം, സംഘാടനം. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഓരോന്നിൽ നിന്നും, അതായത് ഓരോ ഘടകത്തിൽ നിന്നും കിട്ടുന്ന പ്രതിഫലം എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിൽ നിന്ന് അല്ലെ, ഭൂമി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? അവിടെ ഒന്നെങ്കിൽ പാട്ടം അല്ലെ, അല്ലെങ്കിൽ റെന്റ് അല്ലെ. ഭൂമിയിൽ നിന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്? പാട്ടം അല്ലെ, നമ്മൾ പാട്ടത്തിന് കൊടുക്കാറുണ്ട്, അതായത് റെന്റിന്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കണം. ഭൂമിയുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഏതാണ്? പാട്ടമാണ്. പാട്ടം അല്ലെങ്കിൽ റെന്റ് അല്ലെ, രണ്ടും ഒരേ മീനിങ് ആണ്. പാട്ടം അല്ലെങ്കിൽ റെന്റ്, വാടകയല്ലേ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തൊഴിൽ അല്ലെ, തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? തൊഴിലിന് കൂലി അല്ലെ, അതായത് വേജസ് അല്ലെങ്കിൽ വേതനമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ തൊഴിൽ നിന്ന് എന്ത് പ്രതിഫലമാണ് കിട്ടുന്നത് ചോദിച്ചാൽ കൂലി അല്ലെ, കൂലി അല്ലെങ്കിൽ വേജസ് അല്ലെങ്കിൽ എന്താണ്? വേതനം എന്ന് പറയും. അതുപോലെ മൂലധനം അല്ലെ, മൂലധനം ഇറക്കി കഴിഞ്ഞാൽ അവിടെ എന്താണ്? പലിശയായിട്ടാണ് കിട്ടുന്നത് അല്ലെ, ഇൻട്രസ്റ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പൊ മൂലധനത്തിൽ നിന്ന് എന്താ കിട്ടുന്നത്? ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ സംഘാടനം അല്ലെ, സംഘടിപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ? അല്ലെ, ലാഭമാണ് അല്ലെ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെച്ചേക്കുക. ഈ 4 ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന്. ഒന്നേതാണ്? ഭൂമിയാണ്. ആ ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? പാട്ടം അഥവാ റെന്റ് ആണ്. രണ്ടാമത്തെ ഘടകമാണ് തൊഴിൽ എന്ന് പറയുന്നത്. ആ തൊഴിലിലൂടെ എന്താ കൊടുക്കുന്നത്? അല്ലെ, കൂലി അല്ലെങ്കിൽ വേജസ് ആണ്. അതുപോലെ മൂലധനമുണ്ട്, മൂന്നാമത്തെ ഘടകം. ആ മൂലധനത്തിന് എന്താ കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് അഥവാ പലിശയാണ്. ദെൻ സംഘാടനമാണ്. സംഘാടനത്തിന് എന്താ കൊടുക്കുന്നത്? അവിടെ അതിൽ നിന്ന് എന്താ കിട്ടുന്നത് ചോദിച്ചാൽ എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലെ. അതും കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്ക് ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് ഇനി അടുത്തത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം നമ്മൾ CSO എന്നൊക്കെ പറഞ്ഞു. ഇനി ഇത് കണക്കാക്കുന്നത് പ്രധാനമായിട്ട് 3 രീതിയിലാണ്. അപ്പൊ ആ 3 രീതികൾ ഏതെല്ലാമാണെന്ന് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒന്ന് ഉൽപ്പന്ന രീതി അല്ലെ, എന്താണ് ഉൽപ്പന്ന രീതി പറയുന്നത്? പ്രൊഡക്റ്റ് മെത്തേഡ്. അതുപോലെ രണ്ടാമത്തേതാണ് വരുമാന രീതി, അതായത് ഇൻകം മെത്തേഡ്. ദെൻ ലാസ്റ്റ് വൺ ചെലവ് രീതി, അതായത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇത് ചോദിക്കാറുണ്ട് ഈ 3 അല്ലെ. അപ്പൊ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ്? ഉൽപ്പന്ന രീതിയിൽ കണക്കാക്കുന്നുണ്ട്, അതുപോലെ തന്നെ വരുമാനം, അതുപോലെ തന്നെ ചെലവ്. ഓക്കെ, ഇത് 3 പഠിച്ചു വെച്ചേക്കാം. ഏതൊക്കെയാണ്? ഉൽപ്പന്ന രീതിയുണ്ട്, വരുമാന രീതിയുണ്ട്, ചെലവ് രീതിയുണ്ട്. അപ്പൊ ഈ 3 രീതിയിൽ എന്ത് കണക്കാക്കാൻ പറ്റുന്നുണ്ട്? ദേശീയ വരുമാനം കണക്കാക്കാൻ പറ്റുന്നുണ്ട്. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലോട്ടാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചേക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പഞ്ചവത്സര പദ്ധതിയുടെ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു GDP എന്താണ്. അപ്പോൾ GDP എങ്ങനെ കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ലാസ്സിലാണ് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും ഇക്വേഷൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 1 മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴുമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദേശീയ വരുമാനം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് NNP-FC ആണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. NNP-FC, അതായത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ കുറെ പറയുന്നുണ്ട്. അപ്പൊ ഇതില് ദേശീയ വരുമാനം എന്ന് പറയുന്നത് എന്താണ്? NNP-FC ആണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. അപ്പൊ NNP എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, NNP എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. അത് FC യിലാണ് പറയുന്നത്. FC ഉണ്ട്, അതുപോലെ തന്നെ MP ഉണ്ട്. FC എന്ന് പറഞ്ഞാൽ ഫാക്ടർ കോസ്റ്റ് ആണ്. MP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ആണ്. നമുക്ക് എന്തായാലും അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങോട്ട് പറയാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ദേശീയ വരുമാനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? NNP-FC ആണെന്ന്. ഇനി നമുക്ക് ആദ്യത്തെ ടേം പഠിക്കാം. ഏതാണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള GDP-നെയാണ് എന്ത് പറയുന്നത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത്? GDP എന്ന് പറയുന്നത്. എന്താണ് GDP എന്ന് പറഞ്ഞാൽ? ഗ്രോസ് അല്ലെ. ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം. ഓക്കെ, നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ. അതൊക്കെ ആ ഒരു വേർഡൊക്കെ മലയാളത്തിലൊക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തമാണ്. പിന്നെ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, ആഭ്യന്തരമാണ്. അതായത് രാജ്യ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? ആഭ്യന്തരമാണ്. അതുപോലെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പന്നമാണ് അല്ലെ. അപ്പൊ GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്.
അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അപ്പൊ എന്താണ് GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും മൊത്തമുള്ള മൂല്യം അല്ലെ പണമൂല്യത്തെയാണ് എന്ത് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് GDP എന്ന് പറഞ്ഞാൽ GDP അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ് ഡി എന്ന വേർഡാണ് കേട്ടോ. അതായത് ഡൊമസ്റ്റിക് ആണ്, അതായത് രാജ്യത്തിന്റെ ഉള്ളിലാണ് ഒക്കെ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള എല്ലാ സാധന സേവനങ്ങളുടെയും എല്ലാത്തിന്റെയും മൊത്തം പണമൂല്യമാണ് എന്ത് പറയുന്നത് GDP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി GDP നമ്മളല്ലേ പറഞ്ഞു മാർക്കറ്റ് പ്രൈസിലും പറയാറുണ്ട്, അതുപോലെ തന്നെ ഫാക്ടർ കോസ്റ്റിലും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ GDP അറ്റ് മാർക്കറ്റ് പ്രൈസും ഉണ്ട്, അതുപോലെ തന്നെ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് GDP എന്ന് പറയുന്നത് ഫാക്ടർ കോസ്റ്റിലും പറയും, അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസിലും പറയും. ആദ്യം നമുക്ക് GDP MP എങ്ങനെയാ കാണാൻ നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ആണ് GDP MP. ഇപ്പൊ GDP എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് എന്താണ്, ഇവിടെ D എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. D എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആണ്, അപ്പൊ രാജ്യത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കും. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് MP ആണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഈ ഫാക്ടർ കോസ്റ്റിനോട് കൂടിയിട്ട് ഒരു നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് GDP MP കിട്ടുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് പോവുക. ഒന്നാമത്തെ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞത് GDP ആണ്. അപ്പൊ GDP നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡിനെ ഫോക്കസ് ചെയ്യണം. അതായത് D എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആണ്, അതായത് രാജ്യ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന കാര്യമാണ്. അതുപോലെ പിന്നെ ചോദിച്ചിട്ടുള്ളത് MP അല്ലെ, അതിന്റെ താഴെ ഇങ്ങനെ MP എന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പൊ മാർക്കറ്റ് പ്രൈസ് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ GDP ചിലപ്പോൾ MP ചോദിക്കും, അല്ലെങ്കിൽ GDP FC ചോദിക്കും. MP ചോദിക്കുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിലാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യണം, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടണം. അതായത് GDP FC-നോട് കൂടിയിട്ട് എന്ത് കൂട്ടുക, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂടി കൂട്ടിയാലാണ് എന്ത് കിട്ടുക, GDP MP കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പൊ GDP MP എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ GDP FC-നോട് കൂടിയിട്ട് എന്ത് കൂട്ടുക, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കൂടി കൂട്ടുക. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നല്ലേ. അപ്പൊ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണാനുള്ള ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. വളരെ സിമ്പിൾ ആണ്. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും. ഓക്കെ, അപ്പൊ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, നെറ്റ് വാല്യൂ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും. അപ്പൊ ഈ ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് പറയാൻ കാരണം പലപ്പോഴും പരീക്ഷയ്ക്ക് ഇങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് എമൗണ്ട് ആയിട്ട് കൊടുക്കും, എന്നിട്ട് അത് ഈ GDP MP കാണാൻ പറയും, അല്ലെങ്കിൽ GDP FC കാണാനൊക്കെ പറയും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവണം ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് സബ്സിഡി കുറച്ചിട്ടാണെന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അതിൽ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഉണ്ടാവും, ഇൻഡയറക്റ്റ് ടാക്സ് ഇത്ര കോടി, അതുപോലെ സബ്സിഡി ഇത്ര കോടി എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് സബ്സിഡി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്ത് കിട്ടും, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് കിട്ടും. അതിനോട് കൂടിയിട്ട് അവിടെ GDP FC-യും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, GDP MP കിട്ടും. ഓക്കെ, അപ്പൊ GDP MP ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയില്ലേ. എന്താണ് പറഞ്ഞത്, GDP FC-നോട് കൂടിയിട്ട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ MP ആണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ച് കിട്ടുന്ന ഉത്തരവാണ്. ഇനി അടുത്തൊരു ഇക്വേഷൻ ആണ്, അടുത്തൊരു ഇക്വേഷൻ അല്ല, ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് GDP FC. ഓക്കെ, നമ്മളിവിടെ ആദ്യം GDP MP ആണ് പറഞ്ഞത്, രണ്ടാമത്തത് GDP FC ആണ് അല്ലേ. അപ്പൊ GDP FC എങ്ങനെ കാണുക, ഈ ഇക്വേഷനിൽ നിന്ന് നേരിട്ട് നമുക്ക് കണ്ടൂടെ. അതായത് MP ആണെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടാനാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ FC ആണെങ്കിലോ ആ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങ് കുറച്ചാൽ പോരെ അല്ലേ. അതായത് GDP MP-യിൽ നിന്ന് ആ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, GDP FC-യും കിട്ടും. ഓക്കെ, ഇപ്പൊ രണ്ട് ഇക്വേഷൻസ് പഠിച്ചേ. ഒന്നാമത്തേത് എന്താണ്, GDP-യിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇവിടെ ഡൊമസ്റ്റിക് ആണ്, അതായത് രാജ്യ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള എല്ലാ സാധന സേവനങ്ങളുടെയും മൊത്തത്തിലുള്ള പണമൂല്യമാണ്. അപ്പൊ ഇത് കണക്കാക്കുന്നത് നമ്മൾ പറഞ്ഞൂലേ, GDP MP-യിലും പറയും, അതുപോലെ തന്നെ FC-യിലും പറയും. ഇനി MP ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ഓർക്കണ്ട, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അതിനോട് കൂടിയിട്ട് ആഡ് ചെയ്യണം, അതായത് GDP FC-നോട് കൂടിയിട്ട്. ഓക്കെ, ഇനി FC ആണ് ചോദിക്കുന്നതെങ്കിലോ ആ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങ് കുറച്ച് കൊടുത്താൽ മതി. അതുപോലെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ച് കിട്ടുന്നതാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്
GNP ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? അപ്പോൾ ഇതുവരെ പറഞ്ഞത് GDP കുറിച്ചിട്ടല്ലേ, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക്, അത് ഓർത്ത് വെച്ചേക്കണം, ഡൊമസ്റ്റിക്. ഇനി നോക്കാൻ പോകുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ എന്താ മാറ്റം വന്നത്? ഡൊമസ്റ്റിക്കിന് പകരം എന്താ വന്നത് ഇവിടെ? മുന്നത്തത് നമ്മൾ എന്താ പറഞ്ഞത്? ഡൊമസ്റ്റിക് ആണ് പറഞ്ഞല്ലേ. ഇവിടെ ഡൊമസ്റ്റിക്കിന് പകരം നാഷണൽ വന്നു, അതായത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, അതായത് GNP. GNP എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തമാണ് അല്ലെ. അപ്പൊ മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെ. ഇവിടെ മൊത്തം ദേശീയ, നാഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ദേശീയമാണ്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമാണ്. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്ത ദേശീയ ഉൽപ്പന്നമാണ്. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? GNP എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ്. ഇവിടെ എന്ത് പറയുന്നില്ല? ഡൊമസ്റ്റിക് എന്ന വേർഡ് പറയുന്നില്ല. അതാണ് പ്രത്യേകത. കാരണം രാജ്യാതിർത്തിക്കുള്ളിൽ മാത്രമല്ല അല്ലെ. അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അതായത് ഇന്ത്യയിൽ നിന്ന് പല ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും? വിദേശത്ത് പോയിട്ട് പണിയെടുക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് പണിയെടുത്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും? അവിടുത്തെ വരുമാനം ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ടാവും അല്ലെ. അവരുടെ വരുമാനം ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു 3 സെക്ടർ നോക്കിയാൽ നമുക്ക് കിട്ടുമോ? അതായത് നമ്മുടെ പ്രാഥമികം, ദ്വിതീയം, തൃതീയത്തിലും ഇല്ലാത്തൊരു ഭാഗമാണ് എന്ത്? മറ്റു രാജ്യത്ത് പോയിട്ട് പണിയെടുത്തിട്ട് അവിടെ നിന്നുള്ള പൈസ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ അത് ആഡ് ചെയ്യണം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇവിടെ നാഷണൽ എന്ന് വന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പുറത്തു നിന്നുള്ള വരുമാനം അല്ലെ, ഇന്ത്യയിലോട്ട് വരുന്ന പുറത്തു നിന്നുള്ള വരുമാനം കൂടി ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനിലോട്ട് പോകാം. GNP അല്ലെ. അപ്പൊ മുന്നേ നമ്മൾ എന്താ പറഞ്ഞത്? GDP ആണ്. അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ഡിക്കാണ്. ഡി എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആണ്, അതായത് രാജ്യത്തിന്റെ ഉള്ളിൽ ഉള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് GNP ആണ് തന്നിട്ടുള്ളത്. അതായത് GNP എന്ന് പറഞ്ഞാൽ നാഷണൽ ആണ്. അതായത് എന്താണ്? അവിടെ ഡൊമസ്റ്റിക് മാത്രമല്ല അല്ലെ, പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എമൗണ്ടും കൂടി എന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്യണം. അത് അപ്പൊ എന്ത് ചെയ്യാ? GDP-നോട് കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി? NFIFA എന്ന് പറയുന്ന ഒരു പുതിയ വേർഡും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. NFIFA എന്ന് പറഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആണ്. എന്താ പറയുന്നത്? NFIFA-യുടെ ഫുൾ എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് അല്ലെ, അബ്രോഡിൽ നിന്നുള്ള ഇൻകം. ഇവിടെ നെറ്റ് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കുറെ ആൾക്കാർ വിദേശത്ത് പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് പൈസ ഇങ്ങോട്ട് അയക്കുന്നുണ്ട് അല്ലേ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു പ്ലസ് ആണ് അല്ലെ. ആ എമൗണ്ട് നമ്മുടെ രാജ്യത്തിനാണ് കിട്ടുന്നത്. എന്നാൽ വിദേശത്ത് നിന്നുള്ള ആൾക്കാർ, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ വന്നിട്ട് പണിയെടുക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വരുമാനം ആ രാജ്യത്തേക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. അവിടെ എന്താണ്? അത് മൈനസ് ആണ് അല്ലേ. അതായത് നമുക്ക് അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ രാജ്യത്തേക്കല്ലേ കൊണ്ടുപോകുന്നത്. അപ്പൊ അതെന്താണ്? അത് മൈനസ് ആണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് എന്ത് പറയുന്നത്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡിനെ കൂടെ എന്ത് കൂട്ടണം? GDP കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും അല്ലെ. അതായത് മൊത്ത ദേശീയ ഉൽപ്പന്നം ആയ GNP കിട്ടും. ക്ലിയർ അല്ലേ? പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി, ഇതുപോലെ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ഡെഫിനിഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഡെഫിനിഷനിലെ ഇക്വേഷൻ ഒക്കെ ഒരു ഷോർട്ട് നോട്ടിൽ എഴുതി വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ഇത് വായിച്ചു നോക്കുക. ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇക്വേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ അല്ല, അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു മാർക്ക് നഷ്ടപ്പെടൂല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ GNP എങ്ങനെ കാണേണ്ടത്? GDP-നോട് കൂടിയിട്ട് എന്താണ് കൂട്ടേണ്ടത്? NFIA ആണ് കേട്ടോ. അപ്പൊ NFIA എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആണ് അല്ലേ. അപ്പൊ GNP എന്ന് പറയുമ്പോൾ നാഷണൽ ആണ്. അവിടെ എന്ത് വേണം? ഡൊമസ്റ്റിക്, അതായത് രാജ്യത്തിന്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളും വേണം, അതുപോലെ തന്നെ പുറത്തുനിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇവിടുന്ന് പോകുന്ന കാര്യങ്ങൾ അവിടെ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ GDP-നോട് കൂടിയിട്ട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് NDP ആണ്. അപ്പൊ ജി വെച്ചിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞില്ലേ, GDP-യും GNP-യും. ഇനി നോക്കേണ്ടത് അടുത്തത് എന്താണ്? NDP-യും അതുപോലെ തന്നെ NNP-യും ആണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് N-ഉം കൂടി നോക്കണം. ഇവിടെ എന്താണ്? നെറ്റ് ആണ് ചോദിക്കുന്നത് കേട്ടോ, നെറ്റ്. ഇങ്ങനെ തുടക്കത്തിൽ N വെച്ച് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം ആ ഒരു ഇക്വേഷനിൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഓക്കെ, അപ്പൊ നെറ്റ് വാല്യൂ ചോദിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ അല്ലെ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
തേയ്മാനമാണ് അല്ലേ. അപ്പോൾ +1 +2 കൊമേഴ്സ് അല്ലാത്ത ആൾക്കാർക്കൊക്കെ പഠിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാവും. നിങ്ങളിപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ തേയ്മാനമാണ് അല്ലേ. തേയ്മാനം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ടില്ലേ ഒരുപാട് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവും, തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങി, ഇപ്പോൾ ഒരു ടിവിയോ ഫ്രിഡ്ജോ എന്തെങ്കിലും വാങ്ങി വിചാരിക്കുക അല്ലേ. ആ സാധനം ഇന്ന് വാങ്ങി നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങി, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ആ സാധനം വിൽക്കുന്ന സമയത്ത് ഇന്ന് വാങ്ങിയ ആ പൈസ നമുക്ക് കിട്ടുമോ? ഇല്ലല്ലേ. കാരണം എന്താ, അവിടെ ഒരുപാട് അതിന് തേയ്മാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് ഇക്വേഷനിലും ആദ്യം n വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ അത് നെറ്റ് വാല്യൂ ആയിരിക്കും. അവിടെ നിങ്ങൾ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇനി നമുക്ക് നോക്കാം, NDP എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് അല്ലേ. N എന്ന് പറഞ്ഞാൽ നെറ്റ് ആണ്, D എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഡൊമസ്റ്റിക് ആണ് അല്ലേ. അതായത് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്നാണ് മലയാളത്തിൽ പറയാം. ഇനി NDP കാണേണ്ട ഇക്വേഷൻ എന്താണ്, NDP കാണേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NDPയിൽ D ഇല്ലേ, അപ്പൊ അത് വെച്ചിട്ടുള്ളൊരു സാധനമായിരിക്കും GDP. ഓക്കെ, ഈ GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ക്ലിയർ അല്ലേ. നമ്മൾ പറഞ്ഞു n അല്ലേ, ആദ്യം n വെച്ചിട്ട് തുടങ്ങുന്ന ഇക്വേഷൻ ആണെങ്കിൽ ആദ്യം n വെച്ചിട്ട് അല്ലെ, ആദ്യത്തെ വേർഡ് n ആണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം അവിടെ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ D ആണ് പറഞ്ഞിട്ടുള്ളത്, ഡൊമസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ എന്തെന്നാണ് കുറയ്ക്കേണ്ടത്, GDPയിൽ നിന്നാണ് കുറയ്ക്കേണ്ടത് അല്ലേ. GDP എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രോസ് ആണ് അല്ലേ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അത് നെറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടും. ക്ലിയർ അല്ലേ. ദെൻ അടുത്ത ഇക്വേഷൻ ആണ് NNP എന്ന് പറയുന്നത്. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം, n ആണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ വേഗം വരണം എന്ത്, ഡിപ്രീസിയേഷൻ കുറയ്ക്കാനുള്ളതാണെന്ന്. അതുപോലെ തന്നെ NNP എന്ന് പറഞ്ഞാൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. NNP കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, D പറയുന്നുണ്ടോ, ഇല്ലല്ലോ. ഇവിടെ സെൻട്രൽ എന്താണ്, n അല്ലേ പറയുന്നത്. അപ്പൊ GNPയിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ GNPയിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഓക്കെ, അപ്പൊ GNP എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാലല്ലേ നമുക്ക് നെറ്റ് കിട്ടുക, നെറ്റ് വാല്യൂ കിട്ടുക. നെറ്റ് വാല്യൂ കിട്ടുന്നത് എപ്പോഴും എന്താണ്, ഗ്രോസ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് കുറച്ചാലല്ലേ നമുക്ക് നെറ്റ് വാല്യൂ കിട്ടുക. നിങ്ങൾ അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഈ പറഞ്ഞ 4 ഇക്വേഷൻസ് എന്ത് ചെയ്യാം, പഠിച്ചു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് പഠിക്കാവുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ പറഞ്ഞു അല്ലേ, GDPയുമായി ബന്ധപ്പെട്ട് GDP MP യും അതുപോലെ അതായത് മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റ് ഉണ്ട്. MP ആണ് ചോദിക്കുന്നതെങ്കിൽ, ഓക്കെ, അതായത് GDPന്റെ താഴെ MP എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടണം. അതായത് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടിയാലാണ് നമ്മുടെ GDPയിലുള്ള മാർക്കറ്റ് പ്രൈസിലുള്ള GDP കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ. അവിടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കണം. അതും ക്ലിയർ അല്ലേ. പിന്നെ രണ്ടാമത് പറഞ്ഞു നമ്മൾ GDP FC ആണ് അല്ലേ. അപ്പൊ MP നമുക്കറിയാം അല്ലേ, അതായത് ഈ FCയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ MP കിട്ടും. അപ്പൊ FC എങ്ങനെയാ കാണുക, അതിൽ നിന്ന് നേരായി നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങ് കുറച്ചാൽ മതി. ഓക്കെ, അടുത്തത് GNP ആണ് പറഞ്ഞല്ലേ. GNP എന്ന് പറഞ്ഞാൽ നമുക്കറിയണം അവിടെ ഡൊമസ്റ്റിക് അല്ല, അവിടെ നാഷണൽ ആണ്. അതായത് രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ മാത്രമുള്ള കാര്യമല്ല, പുറത്തുനിന്ന് വരുന്ന പണം കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടുന്ന് പോണ പണം കൂടി എന്ത് ചെയ്യണം, അതിൽ നിന്ന് കുറയ്ക്കുകയും വേണം. അതിനെയാണ് എന്ത് പറയുന്നത്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, GNP കാണണമെങ്കിൽ നമ്മൾ ആദ്യം GDP, അതായത് രാജ്യ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളുടെ കൂടെ തന്നെ എന്ത് കൂട്ടണം, NFIA കൂട്ടണം. അതായത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, GNP കിട്ടുന്നത്. ദെൻ അടുത്ത രണ്ട് ഇക്വേഷൻ പറഞ്ഞത് NDPയും NNPയും ആണ്. നമ്മൾ ആദ്യം ഓർത്ത് വെക്കണം, N ആണ് ആദ്യം തുടങ്ങുന്നത്. N വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. അത് ഒന്നാമത്തെ കാര്യം. അതുപോലെ ഇവിടെ NDP ആണ് ചോദിക്കുന്നതെങ്കിൽ GDPയിൽ നിന്നാണ് ഡിപ്രീസിയേഷൻ കുറയ്ക്കേണ്ടത്. അതുപോലെ NNP ആണ് ചോദിക്കുന്നതെങ്കിൽ GNPയിൽ നിന്നാണ് ഡിപ്രീസിയേഷൻ കുറയ്ക്കേണ്ടത്. ക്ലിയർ അല്ലേ. ഈ ഇക്വേഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്നെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു ഭാഗത്ത് ചുമരുമ്മൽ എന്തെങ്കിലും പേപ്പറിലൊക്കെ എഴുതിയിട്ട് ഒട്ടിച്ച് വെച്ചേക്കട്ടോ. അപ്പം അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്തിട്ട് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾ സമാധാനത്തോടെ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് കൃത്യമായിട്ട് നോട്ടൊക്കെ എഴുതി വെച്ച് രണ്ട് പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് മനഃപ്പാഠം ആയിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യമാണ് പ്രതിശീർഷ വരുമാനം. ഇതും ചോദിക്കാറുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ആണ്. പ്രതിശീർഷ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, മൊത്തം നമ്മുടെ ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിശീർഷ വരുമാനം കിട്ടും കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. പ്രതിശീർഷ വരുമാനം എങ്ങനെയാണ് കണക്കാക്കുന്നത്, മൊത്തം നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തെ എന്തുകൊണ്ട് ഹരിക്കുക, ജനസംഖ്യ കൊണ്ട് ഹരിക്കുന്നതാണ് എന്താ, പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഈ 3 മേഖലയിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം ഓരോ സെക്ടറിൽ നിന്നുള്ള വരുമാനം നോക്കിയിട്ടാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പ്രാഥമിക മേഖലയുണ്ട്, ദ്വിതീയ മേഖലയുണ്ട്, തൃതീയ മേഖലയുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഏത് സെക്ടറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രാജ്യത്തിന് GDP ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണത്? അത് സർവീസ് സെക്ടർ ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം, ഏതാണത്? സർവീസ് സെക്ടർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ പ്രാഥമിക മേഖലയിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വരുമാനം, രാജ്യത്തിന് വരുമാനം ഉണ്ടാക്കുന്നത് നമ്മുടെ സേവന മേഖലയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കണം. സേവന മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാക്കുന്നത്? വരുമാനം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ GDPയുടെ 3/4 പങ്കും വഹിക്കുന്നത് എവിടെ നിന്നാണ്? 3/4 പങ്കല്ല, പകുതിയിലേറെയും കിട്ടുന്നത് നമ്മുടെ തൃതീയ മേഖലയായ സേവന മേഖലയിൽ നിന്നാണ്. അതുപോലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദ്വിതീയ മേഖലയാണ് കേട്ടോ. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ വർക്ക്, ഇൻഡസ്ട്രി അതായത് വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് 2ാമത് ദേശീയ വരുമാന കോൺട്രിബ്യൂഷൻ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൃതീയ മേഖലയാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ദ്വിതീയ മേഖലയാണ്. 3ാം സ്ഥാനത്ത് നിന്ന് ആരെയാണ്? പ്രാഥമിക മേഖല. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറവ് GDP വരുമാനം കിട്ടുന്നത് നമ്മുടെ പ്രാഥമിക മേഖലയായ കൃഷി, മറ്റും അനുബന്ധ കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് പരീക്ഷയ്ക്ക്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ഇക്വേഷൻസ് ഒക്കെയാണ് ഉള്ളത് ഇന്ന് പഠിപ്പിച്ചതിൽ. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാനൊക്കെ. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു 4 ഇക്വേഷൻസ് അല്ലേ, അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് എഴുതിയിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു.